പാമ്പിനെ കണ്ടാൽ സാധാരണ ഭയന്നകലുന്ന കുട്ടികൾ ഇവയെ ഒന്ന് തൊടാനും കഴുത്തിലണിയാനുമുള്ള മത്സരമായിരുന്നു വെള്ളിയാഴ്ച. ഇളമ്പൽ ചീയോട് ഗ്രാമത്തിലാണ് സംഭവം. നാഗങ്ങളുടെ രാജകുമാരൻ വാവാ സുരേഷിൻ്റെ സാന്നിധ്യവും ഇദ്ദേഹം പകർന്നു നൽകിയ ആത്മവിശ്വാസവും കൂടിയായപ്പോൾ കാഴ്ചക്കാരുടെ ആവേശത്തിനും അതിരില്ലാതെയായി. ഇളമ്പൽ ചീയോട് വിവേകാനന്ദ കലാ സാംസ്കാരിക സമിതിയുടെ 12ാം പിറന്നാളാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാറാണ് ഒരു ഗ്രാമത്തെയാകെ ഇളക്കിമറിച്ചത്. നമ്മുടെ കൊച്ചു സുഹൃത്ത്, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുക. ഞാൻ ഈ പാമ്പിനെയുമായിട്ട് അങ്ങോട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടു നോക്കാം. എല്ലാവരും കൂടെ തൊട്ടു നോക്കാൻ നോക്കും. നിങ്ങൾ എല്ലാവരും പഴയ സ്ഥലത്ത് പോവുക. സംഘാടകരെ ശ്രദ്ധിക്കുക. വാവാ സുരേഷിനെയും ഇദ്ദേഹത്തിന്റെ പാമ്പുകളുമായുള്ള അഭ്യാസ പ്രകടനങ്ങളും കാണുവാനാണ് ജനം തടിച്ചുകൂടിയത്. സ്ത്രീകളടക്കം വൻ ജനാവലിയാണ് സ്ഥലത്തെത്തിയിരുന്നത്. വിവിധ ഇനത്തിലുള്ള പാമ്പുകളെ ഇദ്ദേഹം ജനത്തിന് പരിചയപ്പെടുത്തി. പാമ്പുകളെക്കുറിച്ചുള്ള ആളുകൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ പ്രേരണയായതെന്നാണ് സമിതി ഭാരവാഹികൾ പറയുന്നത്. പാമ്പുകടിയേറ്റാൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ, വിവിധ തരത്തിലുള്ള പാമ്പുകളുടെ പ്രത്യേകതകൾ, പാമ്പുകളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലെ മിഥ്യാധാരണകൾ എന്നിവയെക്കുറിച്ച് വാവാ സുരേഷ് ജനങ്ങളെ ബോധവൽക്കരിച്ചു. പ്രദേശവാസികളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകി. വിഷമില്ലാത്ത നാടൻ പാമ്പ് മുതൽ വീര്യമേറിയ വിഷമുള്ള രക്താണലിയെ വരെ പ്രദർശിപ്പിച്ചായിരുന്നു ബോധവൽക്കരണം. അമർത്തി പൊടിയാക്കുക എന്നല്ല, സാവകാശം തൊട്ട് കൈകൊണ്ട് എന്റെ വായിൽ കൊണ്ട് കൈ വയ്ക്കരുത്. ധൈര്യമായിട്ട് തൊട്ട് അതൊക്കെ സാവകാശം തൊട്ട് പിടിച്ച് അമർത്തരുത്. അടിക്കരുത്. തൊട്ട് മൂർഖനെയും മറ്റും ഉപയോഗിച്ച് ചില്ലറ അഭ്യാസ പ്രകടനങ്ങളും കാട്ടിയാണ് സുരേഷ് ക്ലാസ് അവസാനിപ്പിച്ചത്. വിവേകാനന്ദ കലാ സാംസ്കാരിക സമിതി ചെയർമാൻ ഇമേഷ്, രാജേഷ് കെ ജി, സുരേഷ് കുമാർ, ക്ലബ്ബ് ഭാരവാഹികളായ സുജിത് സുധാകരൻ, റോബിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രാത്രി ഗാനമേളയും അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് ട്രാഫിക് ബോധവൽക്കരണത്തെ സംബന്ധിച്ച് കേരള ട്രാഫിക് പോലീസിന്റെ ശുഭയാത്ര എന്ന നാടകവും മതസൗഹാർദ്ദ സമ്മേളനവും രാത്രി ഏഷ്യാനെറ്റ് വോഡാഫോൺ കോമഡി സ്റ്റാർസിന്റെ കോമഡി ഷോയും അരങ്ങേറും. ലൈവ് വാർത്ത, പുനലൂർ.